ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ട. കഥ പറയാനായിട്ടുള്ള മുന്നേ ആദ്യം ഞാനൊരു കാര്യം പറയാണ്. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ രേവതി വയ്യാതെയായ സമയത്ത് വീട്ടിലത്തെ പണികളെല്ലാം ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരൊറ്റ മടി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി തീർത്ഥാടനത്തിന് പോകാൻ ഇറങ്ങുകയാണ് അമർനാഥിലേക്ക്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. ഏകദേശം 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും രേവതിക്ക് കുറച്ചൊക്കെ സുഖമാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈൻഡോട് കൂടിയിട്ട് ചന്ദ്രമതിയുടെ കൂട്ടുകാരിയും കൂടിയിട്ട് ഒത്തിട്ടാണ് പോണത്. എന്നിട്ട് അങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ചന്ദ്രമതി പോയി കഴിയുമ്പോൾ സച്ചി റൂമിലേക്ക് വരുമ്പോൾ രേവതി പറയണം, എന്തായാലും സച്ചേട്ടാ അമ്മയ്ക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമുണ്ട്. ആരാ പറഞ്ഞ രേവതിയെ ചോദിക്കും. അപ്പോൾ സച്ചി, അല്ല സച്ചേട്ടാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ അമ്മ പോയേക്കണേ. കാര്യം എന്തായാലും ഞാൻ വയ്യാണ്ടായപ്പോൾ അമ്മയ്ക്ക് സങ്കടമായില്ലേ, അതുകൊണ്ടല്ലേ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയേക്കണേ. എൻ്റെ രേവതിയെ, നിനക്ക് പിടിച്ച ഭ്രാന്തുണ്ടോ? അമ്മ പോയേക്കണത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നല്ല. അമ്മ ഇവിടെ നീ കിടന്നു കഴിഞ്ഞാൽ എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ട, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയേക്കുന്നത്. നീ അല്ലാണ്ട് അത് വിശ്വസിക്കുക എന്നൊക്കെ ചോദിക്കുക. ആണ് സച്ചേട്ടാ, അതാണ് സത്യം, അത് തന്നെയാണ് സത്യം പറയും. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ പറയും, അതെ ഞാൻ പോയിട്ട് നിനക്കൊരു ജ്യൂസ് കൊണ്ടുവരട്ടെ രേവതിയെ പറഞ്ഞിട്ട് സച്ചി അടുക്കളയ്ക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടി പോകും. അടുക്കളയ്ക്ക് ജ്യൂസ് എടുക്കുന്ന സമയത്ത് രവീന്ദ്രൻ വരും. രവീന്ദ്രൻ വന്നിട്ട് ചോക്കിടാ, നിനക്ക് ബുദ്ധിമുട്ടായില്ലിരിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാച്ചാ, ഞാൻ രേവതിക്ക് ഒരു ജ്യൂസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നാലും ചന്ദ്ര ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഈ സമയത്ത് ചന്ദ്ര ഇവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു. നമ്മുടെ രേവതി മോള് വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ചന്ദ്ര ഇവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു. അവൾക്കൊരു സഹായത്തിന് ചന്ദ്ര ഇവിടെ വേണമായിരുന്നു. ആ സ്ഥാനത്ത് ചന്ദ്രയാണ് വയ്യാണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ രേവതി ഇങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലോ, രേവതി സഹായിക്കില്ലേ എന്നൊക്കെ പറയണ രവീന്ദ്രൻ. അതൊക്കെ പോട്ടെ അച്ഛ, ഇപ്പോൾ രേവതി മോൾക്ക് ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഇല്ലേ അച്ഛ അവിടെ, അച്ഛൻ എന്തിനാ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നതെന്ന് പറയാണ് സച്ചി. അങ്ങനെ പറഞ്ഞിട്ട് രവീന്ദ്രനെ സച്ചി ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് രേവതിക്കുള്ള ജ്യൂസും കൊണ്ട് പോവാണ്. അങ്ങനെ രാത്രി ശ്രുതിയും കൂടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രുതി പറയണേ, എന്തൊക്കെ വന്നാലും ലാസ്റ്റ് എല്ലാം നമ്മുടെ മണ്ടയ്ക്കാണല്ലോ ഭഗവാനെ. രേവതി ഞായറാഴ്ച കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. അതുവരെ നമ്മളിവിടെ കൊതുകടിയും പാറ്റകടിയും കൊണ്ട് കിടക്കണ്ടേ. എങ്ങനെ രാത്രി ശരിക്കും ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ രാവിലെ ഞാൻ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യും? ഒരു സെയിൽസ് മാനേജറാകുമ്പോൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യലല്ലേ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ശ്രുതി പറയും, ശരിയാ, ഞാൻ എങ്ങനെ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഗ്ലാമർ ഉണ്ടാവും? എൻ്റെ ഗ്ലാമറൊക്കെ പോവുമല്ലോ. ഗ്ലാമർ ഇല്ലാത്ത ഒരാൾ ബ്യൂട്ടി പാർലർ വെച്ചാൽ എങ്ങനെ അവിടെ കസ്റ്റമേഴ്സ് വരും എന്ന് പറയണ ശ്രുതി. എന്തൊക്കെയായാലും ശ്രുതി, നമ്മൾ രേവതി നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണതൊക്കെ അവൾക്ക് നല്ല കാലമായിട്ടാണല്ലോ വരുന്നതെന്ന് പറയാണ്. അപ്പോൾ എന്തായാലും 6 ആഴ്ച കഴിഞ്ഞാൽ അവൾ എഴുന്നേക്കുമല്ലോ. അപ്പോൾ ശ്രുതി പറയണം, ഇവിടെ കിടന്നാലും കുഴപ്പമില്ല, 6 മാസം കഴിഞ്ഞിട്ട് അവൾ എഴുന്നേറ്റാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയണം. അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്യാണ്. അത് കഴിഞ്ഞു. പിറ്റേ ദിവസം രേവതിക്കുള്ള വെള്ളം ചൂടാക്കുമ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കാൻ, ഇത് എന്താടാ മോനെ നീ ചെയ്യണം ചോദിക്കുമ്പോൾ പറയണം, അച്ഛാ രേവതിക്ക് 2 നേരം കുളിക്കണം എന്ന് നിർബന്ധമാണ്. പക്ഷെ എന്താ ചെയ്യുക, ഈ അവസ്ഥയിൽ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കിയുള്ള കയ്യും കാലും മുഖമൊക്കെ ഒന്ന് തുടപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ പറയും, നിനക്ക് ബുദ്ധിമുട്ടായില്ല. എന്ത് ബുദ്ധിമുട്ടാ അച്ഛാ, ഇതെൻ്റെ കടമയല്ലേ, അവളെ നോക്കണം എന്നുള്ളത് എൻ്റെ കടമയല്ലേ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അച്ഛാ എന്ന് പറയണം. എന്നാലും രേവതി മോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ചാടി നടക്കാനിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ ആകെ ഒരു ശൂന്യത പോലെയായി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ സച്ചി എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണം, അച്ഛൻ വിഷമിക്കേണ്ട, അതൊക്കെ മാറും. 6 ആഴ്ച എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മളൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കിക്കോ, കുറച്ച് ദിവസം കൊണ്ട് തന്നെ രേവതി നീറ്റ് നടക്കുക, എനിക്ക് 100% ഉറപ്പാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സച്ചി രവീന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. ശരിയാവുമായിരിക്കുമല്ലോടാ സച്ചി, അതൊക്കെ ശരിയാവുക, 6 ആഴ്ചയൊന്നും വേണ്ടി വരില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ രേവതി നീറ്റ് നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ പറയേണ്ടത്, അച്ഛാ എനിക്കൊരു സംശയമുണ്ട്, ഇതൊരു ആക്സിഡൻ്റ് ആണെന്ന്. അപ്പോൾ സച്ചി ആവശ്യമില്ലാത്തൊന്നും പറയില്ല. അല്ല അച്ഛാ, എനിക്ക് മാത്രമല്ല രേവതിക്കുണ്ട് ഈ സംശയം. കാരണം രേവതി അത്രയും കെയറായിട്ട് കാർ ഓടിച്ചിട്ട്, അത്രയും കെയറായിട്ട് സ്കൂട്ടി ഓടിച്ചിട്ട് പിന്നിൽ വന്ന കാർ ഇടിച്ച് തെറിപ്പിച്ചെന്നാൽ ഇടിച്ചവർ ഒന്ന് നിർത്തിയിട്ട് എന്താണെന്നൊന്ന് അന്വേഷിക്കേണ്ട മര്യാദയില്ലേ, അവരത് ചെയ്തില്ല. അവരങ്ങനെ കാറ് നിർത്താതെ പോവുക ചെയ്തത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഇതിലെന്തോ ചതിയുണ്ടെന്ന്. സച്ചി, നീ ഇനി ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടരുത് സച്ചി, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പോലീസുകാർ നോക്കിക്കോളും എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. നീ ഒരിക്കലും ആവശ്യമില്ലാത്തതിലേക്ക് പോയി ചാടരുതിട്ട്. അപ്പോൾ സച്ചി, ഇപ്പോൾ രേവതിക്ക് നിന്നെയാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിനെ ചീത്ത പറയും. ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞാളുള്ളൂ, പക്ഷെ അത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കേണ്ട ചെയ്യേണ്ടതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് സച്ചി രേവതിക്ക് മേല് ഇതാക്കാനുള്ള വെള്ളം കൊണ്ട് പോയി രേവതിനെയൊക്കെ തുടപ്പിച്ചൊക്കെ വൃത്തിയാക്കാണ്. അപ്പോൾ രേവതി പറയാം, എനിക്ക്
സച്ചേട്ടൻ എന്നെ എന്തോ ഒരു സ്നേഹമല്ലേ ഇപ്പോൾ, അല്ലെങ്കിൽ ഒരാൾ വയ്യാണ്ട് കിടക്കുമ്പോഴാണ് മറ്റുള്ളൊരു സ്നേഹം കൂടുതൽ അറിയപ്പെടുന്നത്. എത്ര ശരിയാ, ഞാൻ ഭാഗ്യം ചെയ്ത ആളാന്നൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ സന്തോഷം കൊണ്ട് വയ്യാന്നൊക്കെ പറയുന്നത് രേവതി. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് രേവതി നമുക്കിത് അച്ഛമ്മോട് വിളിച്ച് പറയണ്ട. അയ്യോ വേണ്ട, അച്ഛമ്മോട് വിളിച്ചു പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് ആകെ വിഷമവും സച്ചേട്ടാ, വേണ്ട എന്ന് പറയും. പിന്നെ നമുക്കിത് നിൻ്റെ അമ്മോട് വിളിച്ച് പറയണ്ടേ, അമ്മ അറിയിച്ചോ? നീ ഇല്ലേ, ഞാൻ അറിയിച്ചിട്ടില്ല, അമ്മോട് പറയണ്ടേ? പറയാം സച്ചേട്ടാ പറയണം. എന്നിട്ട് സച്ചി പറയും, സച്ചേട്ടൻ എന്നെ കഴിഞ്ഞു, സച്ചേട്ടൻ എൻ്റെ ഫോണൊന്ന് എടുത്ത് തരുമോ? ഫോൺ എടുത്തിട്ട് രേവതി അമ്മയ്ക്ക് വിളിക്കുകയാണ്. അമ്മയ്ക്ക് വിളിക്കുമ്പോൾ പറയാം, ഹലോ എന്താ മോളെ നീ വിളിച്ചേക്കണ വെച്ചപ്പോൾ ഒന്നുമില്ല, എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കാൻ. ആ ഒരു സന്തോഷ വാർത്ത ഉണ്ടെടി, ഉണ്ടെങ്കിൽ മാത്രമല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അതെ, ഞങ്ങൾ ഒരു കാര്യം പറയാം, ഓടി പഠിച്ച് നിങ്ങളിങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. എന്താ മോളെ ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു കാർ ഇടിച്ചു എന്ന് പറയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുക, അയ്യോ മോളെ എന്താ പറ്റി വെച്ചിട്ട് കരയണം. അപ്പോൾ ദേവുചൊക്കെ എന്താ ചേച്ചി? ഒന്നുമില്ല, കാലം നൊടിഞ്ഞു, തീർന്നില്ല, കാലം നൊടിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് കാലിനൊരു ചെറിയ ഫ്രാക്ചർ ഉണ്ട്, 6 ആഴ്ച റെസ്റ്റ് പറഞ്ഞിട്ട് പറയാം. എൻ്റെ മോളെ നീ ഇന്നത് പറയണ്ടേ, എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അമ്മായിമ്മ എന്നെ ഇവിടെ ആക്കിയിട്ട് 2 ആഴ്ചത്തെ ഭക്തി തീർത്താണ് ഞാൻ അത്രയ്ക്ക് പോയേക്കാണ് പറയണം. അയ്യോ എൻ്റെ മോളെ, അപ്പം എൻ്റെ പൊന്നു മോളെ നോക്കാം, അവിടെ ആരാളത് ചോദിക്കുമ്പോൾ പറയുടെ സച്ചേട്ടല്ലേ, അമ്മ വരാടി, നിന്നെ നോക്കാം, അമ്മോടൊരു വാക്ക് പറയണ്ടേ, നീ അമ്മ വരാം, നീ എന്താ ഈ വിവരം ഞങ്ങളൊന്ന് അറിയിക്കാഞ്ഞ് എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയുടെ അമ്മ ലക്ഷ്മി കരയാണ്. അമ്മ അപ്പോൾ ഓടിപ്പടിച്ച് വരുമെന്നുണ്ട്, അപ്പം നാളെ വന്നാൽ മതി, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്നെ പൊന്നുപോലെ നോക്കാം, കയ്യിലും കാലിലും കൈക്കൊമ്പിളിലും ഒക്കെ കോരി എടുത്തിട്ട് എൻ്റെ സച്ചേട്ടൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ഒരു ടെൻഷനും വേണ്ട, അമ്മ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് രേവതി. അവരേനെ ആശ്വസിപ്പിക്കുകയാണ്, ഇങ്ങനെ ഓടിപ്പടഞ്ഞ് വരുമൊന്നും വേണ്ട, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവളുടെ അമ്മേനെയും ദേവുവിനെയും ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും സച്ചിയുടെ ഒരു നിസ്വാർത്ഥമായ സ്നേഹമാണ് രേവതിയുടെ അടുത്തുള്ളത് നമുക്ക് കാണുന്നത്. അത് കഴിഞ്ഞ് കിടന്നു, ഒരുറക്കം കഴിഞ്ഞപ്പോൾ രേവതിക്ക് വേദനിച്ചിട്ട് രേവതി ഉറക്കക്കാരിയാണ്. അപ്പോൾ സച്ചി നോക്കുമ്പോൾ സച്ചി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ രേവതി അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. കരയുമ്പോൾ പെട്ടെന്ന് സച്ചി നോക്കുമ്പോൾ എന്താ രേവതി, എന്താ പറ്റി നോക്കുമ്പോൾ സച്ചേട്ടാ ഞാനൊന്ന് നീക്കാൻ നോക്കിയത്, എൻ്റെ കാല് വേദനിച്ചിട്ട് പോയി. അപ്പോൾ എൻ്റെ രേവതി നീ എന്നെ വിളിക്കണ്ടേ, നീ എന്തിനാ ഒറ്റയ്ക്ക് ഇതിനൊക്കെ ചെയ്യാൻ നിൽക്കണം, ഞാൻ പിന്നെ എന്തിനാ നിന്നെ നോക്കാനല്ലേ ചോദിച്ചിട്ട് സച്ചി സ്നേഹപൂർവ്വം അവളെ ശാസിക്കുകയാണ്. രേവതിയുടെ കാല് ഭയങ്കര പെയിൻ ആയിക്കണം. ബാക്കി എന്താ ഉണ്ടാവണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.